ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നെന്തായാലും ഒരു തീറ്റ മത്സരം വീഡിയോ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ബാർബിക്യൂ അബ്സൊല്യൂട്ട് ബാർബിക്യൂസിലാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടി വന്നേക്കുക. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അബ്സൊല്യൂട്ട് ബാർബിക്യൂസിൽ നമുക്ക് ബൊഫേ സിസ്റ്റമാണ്. അപ്പോൾ ഒരു ജിം ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ഒരാൾ ഒരു ബാർബിക്യൂ നേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു ജിം ഫ്രീക്ക് അപ്പോൾ നമുക്കൊരു ജിം ഫ്രീക്ക് ഇതുപോലത്തെ ഒരു ബൊഫയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം. കാരണം പ്രോട്ടീനായിട്ടുള്ള ഒരുപാട് നമുക്ക് ഇവിടെ ഓപ്ഷൻസിലുണ്ട് സ്റ്റാർട്ടേഴ്സ് തന്നെ. അതും അൺലിമിറ്റഡായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ചീറ്റി മത്സരം വീഡിയോ ആയിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും പോരാട്ടം തുടങ്ങാം. കട്ടായി കൂടെ പിടിച്ചിരിക്കാൻ എൻ്റെ കൂടെ ഫ്രണ്ട് കൊണ്ടല്ല. ഞാനപ്പം വീഡിയോ എടുക്കുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ട് സൂപ്പ് വന്നിട്ടുണ്ട്. ചിക്കൻ സൂപ്പാണ് തോന്നുന്നത്. ചിക്കൻ സൂപ്പാണ്. അപ്പോൾ നമ്മൾ സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. മൈക്ക് എടുത്തില്ല. മടി പിടിച്ചിട്ടോ. പൈനാപ്പിൾ കൊള്ളാം. മഷ്റൂം അത് ഉരുളക്കിഴങ്ങാണ്. നൈസ്. ഇതും പൊട്ടറ്റോ ആണ്. ഇത് ക്രിസ്പി കോൺ. അടിപൊളി സാധനം. ഇത് അടിപൊളി സാധനം. ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ കഴിച്ചാൽ വയറിറങ്ങി. ഒരു മനഃപൂർവ്വം നമുക്ക് വയറ് നിറപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ എടുക്കണം. ഇന്നിവിടെയുള്ള എല്ലാം കഴിക്കാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഇന്നിവിടെയുള്ള എല്ലാം കഴിക്കാതെ ഞാൻ പോകുന്ന പ്രശ്നമില്ല. മൊത്തം കഴിക്കാൻ ഞാൻ പോകുന്ന പ്രശ്നമില്ല. Excited for this. നമ്മൾ പരിപാടി തുടങ്ങുകയാണ് ഗൈസ്. ഈ പാട്ട് എനിക്ക് അമ്മമാർ കോപ്പിറൈറ്റ് തരുമോ? പാട്ട് എനിക്ക് കോപ്പിറൈറ്റ് തരുമോ? ഒരു പ്രോൺസിൻ്റെ സ്ക്വയർ മൊത്തം നീ കഴിക്കണം. മാറ്റി വെച്ച് അമ്മമാർ അത് തീരുമ്പോൾ ഫില്ല് ചെയ്യും. അതുകൊണ്ട് സ്ക്വയർ ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ എടുത്ത് അങ്ങനെ വെച്ചേക്കാം. ഇത് ഫിഷാന്ന് തോന്നുന്നത്. ഫിഷ് ഗ്രിൽ ഫിഷാന്ന് തോന്നുന്നു. സാൽമണൊന്നും വരത്തില്ല. മേ ബി റോഹു, കട്ല. ഇത് ചിക്കനാണ്.
ഇത് ഉഷാറുള്ള യെസ് അത് ഫിഷാണ്. ബാർബിക്യൂ ഫിഷ്. നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരും. ഇപ്പം ഡക്കും ബണ്ണിയൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. മുയലിറച്ചി കഴിച്ചിട്ടുണ്ട്. മുയലിറച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ കഴിക്കണം, ഞാൻ കഴിച്ചോളൂ. മുയലിറച്ചിയും ഡക്കും പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് ഇവിടെ വെച്ചാൽ കഴിച്ച് ഇത് ഇത്രയും സ്റ്റാർട്ടേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ട് അവർ മ്യൂസിക് വരെ നിർത്തി തന്നു. സ്റ്റാർട്ടേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. മെയിൻ കോഴ്സ് ഇനി അപ്പുറത്തെ സൈഡിലാണ്. ഞാൻ പോയി കുറച്ച് മുയലിറച്ചിയും താറാവിറച്ചിയും പറഞ്ഞിട്ട് വന്നു. നിങ്ങൾക്ക് എൻ്റെ മുഖത്തുള്ള സന്തോഷം കാണുന്നുണ്ടോ? നല്ല ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള സന്തോഷമാണ്. This is going to be my biggest cheat meal after a long time. അതും പ്രോട്ടീൻ ചീറ്റ് മീലായി. ഫുൾ പ്രോട്ടീൻ മാത്രമുള്ള ചീറ്റ് മീൽ. മൂന്നാമത്തെ വട്ടമാണ് ഞാൻ ഈ പ്രോൺസ് കഴിക്കുന്നത്. ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അധികം ഞാൻ കഴിക്കാത്ത ഫുഡ് ഐറ്റംസിലാണ്. അപ്പം നാട്ടിലുള്ളതുകൊണ്ട് പ്രോൺസ് അധികം കഴിക്കാൻ കിട്ടത്തില്ല. പിന്നെ കൊടുത്ത വിലയ്ക്ക് എന്തായാലും അത് പൊടിക്കണ്ടേ. ഡയറ്റ് പെപ്സി टू डाइट पेप्सी ऊपर एडिशनल रहेगा. नॉर्मली पेप्सी कॉम्प्लीमेंट्री रहेगा. नॉर्मल पेप्सी कॉम्प्लीमेंट्री रहेगा. डाइट पेप्सी एडिशनल पेप्सी. नॉर्मल पेप्सी होना एडिशनल पेप्सी होना. वन नॉर्मल पेप्सी एंड वन जीरो शुगर पेप्सी. ചീത്തയല്ലേ എന്തായാലും. ചീത്തയാണെങ്കിലും നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൺഫേം. ചെവി അടഞ്ഞതാണ്, കിളി പോയതാണ്. ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് യുദ്ധം കഴിഞ്ഞു. സ്റ്റാർട്ടേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത യുദ്ധം മെയിൻ കോഴ്സിലേക്കാണ്. അതിനുമുമ്പ് ഒരു 2 സ്റ്റാർട്ടറും കൂടി വരാനുണ്ട്. അപ്പോൾ അതും കൂടി വന്നിട്ട് നമുക്ക് മെയിൻ കോഴ്സിലോട്ട് പോകും. ഞാൻ പറഞ്ഞു എൻ്റെ മുയലിറച്ചി വന്നിട്ടില്ല. മുയലിറച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിച്ചു. ഇവരുടെ ബാർബിക്യൂ പൈനാപ്പിൾ അടിപൊളിയാണ്. ആ പൈനാപ്പിളിന് ആ ബാർബിക്യൂ സോസും കൂടി ചേരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്. ഇല്ല, പൈനാപ്പിളിന് ഇങ്ങനെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഞാൻ കഴിക്കാത്തൊരു സാധനമായിരുന്നത് മഷ്റൂം. ഞാൻ കുക്ക് ചെയ്യാറില്ല, പിന്നെ പുറത്ത് പോകുമ്പോൾ അധികം ഒപ്റ്റ് ചെയ്യാറില്ല. മഷ്റൂം ആരും ഒപ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ചില വെജ് റെസ്റ്റോറൻറ്റ്സിൽ മഷ്റൂം വേറെ ലെവലാണ്. വെജ് റെസ്റ്റോറൻറ്റ്സിൽ മഷ്റൂം. ഗൈസ്, എൻ്റെ മുയലിറച്ചി വന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെന്ന് ഉറപ്പാണോ? മുയലിറച്ചി ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് കണക്ക് പോയപ്പോൾ. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ ഓർമ്മയില്ല. ചിക്കനാണ് തന്നെ ഇരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ചിക്കനാണ് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇത് ഡക്കാണ്. ഡക്ക്
ബാക്ക്വൽ ഞാൻ കഴിക്കാറുണ്ട് തൃശ്ശൂരൊക്കെ പോകുമ്പോൾ. അത് തക്കാടി മുയലിറച്ചി കുഴപ്പമില്ല, പക്ഷെ താറാവിറച്ചി പോയി അതൊരു പ്രത്യേക സോസിനകത്തൊക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അതൊരുക്കില്ല, നമുക്ക് ഈ മെയിൻ കോഴ്സ് എടുത്തിട്ട് വരാം. എഗ് കറി, ഫിഷ് ബാസി, മിക്സർ സ്പ്രൈറ്റ് കൊടുക്കുന്നത് ഫിഷാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കാണിയത് കുറേ ചെറുത്ത് മറ്റേ പ്ലേറ്റ് ആണെങ്കിൽ ഇച്ചിരി മതി. ഫ്രൈഡ് റൈസ്. അപ്പം ഞാൻ ദേ മെയിൻ കോഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതെന്തൊക്കെയുള്ളത്? ഇത് മട്ടൻ തന്നെ. മട്ടൻ സ്വാട്ടർ ഗൈസ്, മട്ടൻ ഗോഷ്. പിന്നെ ഫിഷ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഫിഷ് അത് എന്തോ ഫിഷ് എന്താ കറിയാ, ഗാസിയ എന്താ കറി എന്തോ ആയിട്ടാണ്. സെയിം ഫിഷാണ് തോന്നുന്നത്. ബാർബിക്ക് തന്നെ സെയിം ഫിഷ് ആയിരുന്നു. അപ്പം നമ്മുടെ മെയിൻ കോഴ്സ് കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണി എടുത്തില്ല. മെയിൻ കോഴ്സ് പിന്നെ പാസ്തയൊക്കെ ഉണ്ട്. ഇവിടെ പാസ്ത അവർ പറഞ്ഞു ഉണ്ടാക്കിത്തരും. ഇനി അടുത്ത മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഡെസേർട്ട്സ് ആണ്. അതിനേക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഡെസേർട്ട്സ് കഴിച്ചിരിക്കും. കാരണം ഇനി കൺട്രോൾ തീർക്കാനൊന്നും പറ്റത്തില്ല. നമുക്കെന്തായാലും നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്നെ കൺട്രോൾ ചെയ്യണേ ഭഗവാൻ. ഇതെന്തായാലും ഇത് എനിക്ക് ഐസ്ക്രീം എല്ലാം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഡെസേർട്ട്സ് മാത്രം കഴിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരി. ഇതെന്തുവാ എന്തുവാണെന്ന് അറിയത്തില്ല. തൈരാണ്. മയമാണോ? എന്നാ അവിടെ വെച്ചാൽ അത് ഫിർണിയാണ്. ഫിർണി എന്ന് പറഞ്ഞാൽ ഒരു രസ്മലായി വെച്ചോ. ഐസ്ക്രീം കൊള്ളു. പാൻ ഐസ്ക്രീമാണ്. ഗുൽഖണ്ഡ് കിട്ടുമായിരുന്നു. ഗുൽഖണ്ഡ് പാൻ ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം. ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ കഴിക്കത്തില്ല. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട് തന്നെ കഴിക്കും. ഞാൻ അധികം കഴിക്കുന്നില്ല ഗൈസ്. ഞാനൊരു പാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. ഞാൻ കഴിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഷായി കുക്കടാണ്. ഇത് നിനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു? എന്താ കുഴപ്പം? നല്ല ടേസ്റ്റ്. ഷുഗർ കഴിക്കാത്തവൻ ഷുഗർ കഴിക്കുമ്പോൾ എന്ത് കഴിച്ചാലും ടേസ്റ്റാണ്. ഷുഗർ കഴിക്കാത്തവൻ ഷുഗർ കഴിക്കുമ്പോൾ എന്ത് കഴിച്ചാലും ടേസ്റ്റാണ്. ചെറിയൊരു പനീറില്ലേ? ഇതും ശരിക്കും പറഞ്ഞാൽ പനീറാണ്. I'm not a fan of rasmalai. കുട്ടി ജിലേബി. Small piece of brownie with ice cream.
ബ്രൗണി ബ്രൗണി ഓക്കെയാണ്. ഇതെന്താ മനസ്സിലായോ? വെറ്റിലേക്ക് പാല് തുറന്ന് ഞാനത് ആലോചിച്ച് വെച്ചത്. അപ്പം എനിക്ക് നീ ഉൾക്കണ്ട് ഇടുന്നതെന്ന് വെച്ചാൽ അതിന് വേറെ എന്തെങ്കിലും അത് തന്നെ ഒരു റിഫ്രഷിങ് ടേസ്റ്റ് ആയിരുന്നു. സ്പഞ്ച് കേക്ക് ഇഷ്ടപ്പെട്ടു. പാൻ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല. I don't like that. ഇത് ഫിർണി എന്നാണ് പറയുന്നത്. നമ്മുടെ റവ വെച്ചിട്ടുണ്ടാക്കിയ കസ്റ്റാർഡാണ് ഫിർണി. ഫിർണി കൊള്ളാം. സാഫ്രൺ ഫിർണി. സാഫ്രൻ്റെ ടേസ്റ്റ് ഉണ്ട് നല്ല. ഭയങ്കര ഓവറായിട്ട് സ്വീറ്റ്നെസ് ഒന്നുമില്ല. ചെറിയ മൈൽഡായിട്ടുള്ളൊരു ചെറിയ സ്വീറ്റേ ഉള്ളൂ. ഓവറായിട്ട് സ്വീറ്റ്നെസ് കൊടുത്ത് ഇതൊക്കെ ചീത്തയായി പോകും. അതിൻ്റെ കറക്റ്റായിട്ട് ടേസ്റ്റ് ഇട്ട് തന്നെ. അത് ഞാൻ മൊത്തം കഴിച്ചു. ഫിർണി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫുഡിനാണ് ഇഷ്ടമില്ല. ഇഷ്ടമല്ല. എനിക്ക് രസമില്ല, ഇഷ്ടമല്ല. ഭക്ഷണം അത്യാവശ്യമില്ല. പോസ്റ്റായിട്ടുള്ള ഏരിയ, വൈറ്റ് ഫീൽഡ് സൈഡ്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ആ പ്രൈസിലാണ്. പല സ്ഥലത്തും പല പ്രൈസാണെന്ന് തോന്നുന്നു. ഫാബ്രിക്കിനേഷൻ്റെ അല്ല ABSൻ്റെ ആക്ച്വലിൻ്റെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് കാര്യം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 1000 ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.